ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്കോർ അക്കാഡമി. നമ്മുടെ വീഡിയോസിന്റെ അടിയിൽ ഒരുപാട് പേര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് റെയിൽവേ എക്സാംസ് മലയാളത്തിൽ എഴുതാൻ പറ്റുമോ, അതുപോലെ തന്നെ ഈ എക്സാമിന് വേണ്ടി നമുക്ക് മലയാളത്തിൽ പഠിക്കാൻ പറ്റുമോ, അങ്ങനെ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. പ്രധാനമായും നമ്മുടെ മുമ്പിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ആദ്യത്തേത്, വിച്ച് ലാംഗ്വേജ് ഷുഡ് യു അപ്ലൈ ഫോർ, നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഏത് ലാംഗ്വേജ് ചൂസ് ചെയ്യണം. അടുത്തത്, വിച്ച് ലാംഗ്വേജ് ഷുഡ് യു പ്രിപ്പയർ, നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏത് ലാംഗ്വേജ് ചൂസ് ചെയ്യണം. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് അഡ്രസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ലാംഗ്വേജ് ഷുഡ് യു അപ്ലൈ ഫോർ, നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഏത് ലാംഗ്വേജ് ചൂസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം അറിഞ്ഞിരിക്കണം. എന്താണ്? ഇതാണ് RRB പുറത്തിറക്കിയ നോട്ടിഫിക്കേഷനിൽ നമ്മുടെ ലാംഗ്വേജിനെ പറ്റി പറയുന്ന കാര്യം. ഇതിൽ നിങ്ങൾക്ക് 15 ലാംഗ്വേജ് തന്നിട്ടുണ്ട്. ഇംഗ്ലീഷും മലയാളം ഉൾപ്പെടെ 15 ലാംഗ്വേജ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 15 ലാംഗ്വേജിൽ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, RRB ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താ? ഇൻ കേസ് ഓഫ് എനി ഡിസ്പ്യൂട്ട് ഇൻ ദ ക്വസ്റ്റ്യൻ ബിറ്റ്വീൻ ഇംഗ്ലീഷ് ആൻഡ് ഓപ്റ്റഡ് ലാംഗ്വേജ് ദ കണ്ടന്റ് ഓഫ് ദ ഇംഗ്ലീഷ് വേർഷൻ ഷാൽ പ്രിവെയിൽ. അതായത് നമ്മൾ ഒപ്റ്റ് ചെയ്ത ലാംഗ്വേജ്, ഇംഗ്ലീഷ് അല്ലാണ്ട് നമ്മൾ ഒപ്റ്റ് ചെയ്ത ലാംഗ്വേജിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ നമ്മളത് റൈസ് ചെയ്താൽ കണ്ടന്റ് ഓഫ് ദ ഇംഗ്ലീഷ് വേർഷൻ ഷാൽ പ്രിവെയിൽ. അതായത് ഇംഗ്ലീഷ് വേർഷനിലെ കോണ്ടന്റ് മാത്രമേ പ്രിവെയിൽ ചെയ്യൂ. അതായത് നമുക്ക് ഇപ്പൊ മലയാളം ഒപ്റ്റ് ചെയ്തു, എന്നിട്ട് അതിൽ എന്തെങ്കിലും എറർ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ അത് കൺസിഡർ ചെയ്യില്ല. കാരണം എന്താ? ഇംഗ്ലീഷ് വേർഷനിലുള്ള ക്വസ്റ്റ്യൻ മാത്രമേ കൺസിഡർ ചെയ്യൂ. എറർ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് വേർഷൻ മാത്രമേ കൺസിഡർ ചെയ്യൂ. നിങ്ങൾ നോക്കിയാൽ ഇത് കണ്ടോ, 15 ലാംഗ്വേജ് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന ഒരു ടാബാണ്. ഇതിൽ 15 ലാംഗ്വേജ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലാംഗ്വേജിൽ നമുക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഓക്കെ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. അതായത് ക്വസ്റ്റ്യൻ നമ്മൾ ഒറിജിനലി പ്രിപ്പയർ ചെയ്യുന്ന ഇംഗ്ലീഷിലായിരിക്കും. ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടാക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ട്രാൻസ്ലേറ്റിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മളത് മലയാളത്തിലേക്കോ അതുപോലെ മറ്റു ലാംഗ്വേജിലേക്കോ കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇംഗ്ലീഷിൽ ഉദ്ദേശിക്കുന്ന അതേ മീനിങ് തന്നെ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്തിക്കൊള്ളണമെന്നില്ല. അതായത് നമുക്ക് ഇംഗ്ലീഷിൽ ഒരു മീനിങ് നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഏതെങ്കിലും ടൂൾ ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ സെയിം മീനിങ് നമുക്ക് മലയാളത്തിൽ വരണമെന്നില്ല. അതുപോലെ തന്നെ പല ടെക്നിക്കൽ ടേംസും നമ്മൾ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ കറക്റ്റ് മീനിങ് നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഈവൻ മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടികൾക്ക് പോലും പല ടെക്നിക്കൽ ടേംസും മലയാളത്തിൽ കേട്ടാൽ മനസ്സിലാവുന്നില്ല. ഓക്കെ. അപ്പൊ അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ, എറർ ഉണ്ടായാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മലയാളത്തിൽ എറർ ഉണ്ടെന്ന് പറഞ്ഞത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ? അവർ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്, എന്താ, ഇംഗ്ലീഷിലുള്ള എറേഴ്സ് മാത്രമേ അത് പ്രിവെയിൽ ചെയ്യും. ഓക്കെ. അപ്പൊ നമ്മൾ മലയാളത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് വെച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങളിത് ഇവിടെ നോക്കിയാൽ ഇത് LDC എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിൽ ഇംഗ്ലീഷിലുണ്ട് മലയാളത്തിലുണ്ട്. നമ്മൾ ഇംഗ്ലീഷിൽ ഇത് ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഫൈൻഡ് ഔട്ട് ദ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റിഗാർഡ് ടു ഫ്രീഡം ഓഫ് പ്രസ് ഇൻ ദ ഇന്ത്യ. ഓക്കെ. ഫ്രീഡം ഓഫ് പ്രസിന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇതിൽ ഓപ്ഷൻ ബി നോക്കിയാൽ, ബി ഓപ്ഷൻ നോക്കിയേ, ഫ്രീഡം ഓഫ് പ്രസ് ഈസ് അബ്സല്യൂട്ട് റൈറ്റ്. മനസ്സിലായോ? അബ്സല്യൂട്ട് റൈറ്റ് ആണോ? ഒരു പരമമായ അധികാരമാണോ? റൈറ്റ് ആണോ ഫ്രീഡം ഓഫ് പ്രസ്? ഇത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും തെറ്റാണ്. കാരണം പല റെസ്ട്രിക്ഷൻസും ഉണ്ടല്ലോ പ്രസിന്റെ കാര്യത്തിൽ, പല റെസ്ട്രിക്ഷൻസും നമുക്കുണ്ട്. അപ്പൊ നമ്മൾ ഇത് തെറ്റാണെന്ന് നമുക്കറിയാം. ഓക്കെ. ഇനി നമ്മൾ മലയാളം ട്രാൻസ്ലേഷൻ ഒന്ന് വായിച്ചു നോക്കിയാൽ എന്താ, പത്രസ്വാതന്ത്ര്യം തികച്ചും ശരിയാണ്. ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ശരിയല്ലേ ഇത് കാണുന്നത്? ഇവിടെ ശരിയാണ്. അപ്പൊ ഇതാണ് കൺവേർട്ട് ചെയ്താലുള്ള പ്രശ്നം. അതായത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, ഏതെങ്കിലും ടൂൾ ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ മലയാളം വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും. പക്ഷെ ഇംഗ്ലീഷിൽ നോക്കിയാൽ അത് തെറ്റാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇവിടെ എന്താ, നിങ്ങൾ മലയാളം വായിച്ചിട്ട് ഓപ്ഷൻ ബി കറക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ആൻസർ തെറ്റും. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ലാംഗ്വേജ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഓക്കെ. അപ്പൊ നമ്മൾ മലയാളം ലാംഗ്വേജ് ചൂസ് ചെയ്യുമ്പോൾ, നിങ്ങൾ മലയാളമാണ് ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, അതിൽ മലയാളമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫസ്റ്റ് മലയാളത്തിൽ കാണും. എന്നിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിലേക്ക് വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാം. അതായത് മലയാളം അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് മലയാളത്തിലും ക്വസ്റ്റ്യൻ കാണാം, ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ കാണാം. എന്നിട്ട് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷിലാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് മലയാളം അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആദ്യം മലയാളം കാണും, എന്നിട്ട് നിങ്ങൾ സ്വിച്ച് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് കാണാം. അപ്പൊ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ഇതുപോലെ സ്വിച്ച് ചെയ്ത് ഇംഗ്ലീഷിൽ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം പോയില്ലേ? അതായത് ആദ്യം മലയാളം കാണുന്നു, പിന്നെ സ്വിച്ച് ചെയ്ത് ഇംഗ്ലീഷിൽ കാണുന്നു, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നു, അതും ഫസ്റ്റ് മലയാളം കാണുന്നു, സ്വിച്ച് ചെയ്ത് ഇംഗ്ലീഷിൽ കാണും. ഇങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം പോകും ഈ സ്വിച്ച് ചെയ്യുന്നതിൽ.
അപ്പോൾ ഇതാണ് ഒരു മെയിൻ പ്രശ്നം. പക്ഷേ നിങ്ങൾ ഇംഗ്ലീഷ് ചൂസ് ചെയ്താൽ നമുക്ക് ഇതുപോലെ ഇംഗ്ലീഷ് മാത്രമേ കാണൂ, വേറെ ഒരു ലാംഗ്വേജിലും കാണില്ല. അപ്പോൾ നിങ്ങൾക്ക് വേറെ ലാംഗ്വേജിലേക്ക് ഡൗട്ട് വന്നാൽ നോക്കാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് തന്നെ കണ്ടുപോകാം. ഓക്കെ, അതാണ്. പിന്നെ അവിടെ ട്രാൻസ്ലേറ്റിംഗ് എറർ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ഇംഗ്ലീഷ് കണ്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്താൽ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കും. പക്ഷെ മലയാളം ആണെങ്കിൽ അത് പറ്റില്ല. പക്ഷെ മലയാളം ചൂസ് ചെയ്താൽ നിങ്ങൾ ഇംഗ്ലീഷിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ടൈം പോകും. അതല്ല നിങ്ങൾ മലയാളത്തിൽ തന്നെ കണ്ടുപോകുന്നെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ കണ്ടുപോകാം, അവിടെ ടൈം ഒന്നും പോകില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് വെക്കണം. ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്യുമ്പോൾ ഈ കാര്യം ആലോചിച്ചിട്ട് നിങ്ങൾ ലാംഗ്വേജ് ചൂസ് ചെയ്യാം. ഇനി നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ലാംഗ്വേജ് ഷുഡ് യു പ്രിപ്പയർ ചെയ്യും? നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏത് ലാംഗ്വേജ് ചൂസ് ചെയ്യണം എന്ന് വെച്ചാൽ ഞാൻ പറയും ബെസ്റ്റ് ഓപ്ഷൻ എന്താ, ഇംഗ്ലീഷിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻ. കാരണം എന്താ, നമ്മൾ ടെക്നിക്കൽ ടേംസ് ഒക്കെ നമുക്ക് ഇംഗ്ലീഷ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് കറക്റ്റ് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എന്തെങ്കിലും നമ്മളിപ്പോൾ മലയാളം അപ്ലൈ ചെയ്തു, എന്നിട്ട് ഇംഗ്ലീഷ് നമുക്ക് ആ ടെക്നിക്കൽ ടേംസ് അറിയണമെങ്കിൽ നമുക്ക് സ്വിച്ച് ചെയ്ത് നോക്കിയാൽ പോരെ. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടന്റ് എല്ലാം ഇംഗ്ലീഷ് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭയങ്കര ചലഞ്ചിങ് ആണ്, ഒട്ടും അറിയില്ലെങ്കിൽ നിങ്ങൾ ആദ്യം മലയാളത്തിൽ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഗ്രാജുവലി നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ ഏത് ലാംഗ്വേജിൽ അപ്ലൈ ചെയ്യണം? അപ്ലൈ ചെയ്യുമ്പോൾ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മലയാളത്തിൽ അപ്ലൈ ചെയ്താൽ കുറേ ടൈം പോകും, സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ടൈം പോകും. അതല്ല നിങ്ങൾ മലയാളത്തിൽ തന്നെ കണ്ടുപോകുന്നെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസിനെയും സ്കില്ലിനെയും ബേസ് ചെയ്തായിരിക്കണം ലാംഗ്വേജ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇംഗ്ലീഷിലാണ് നല്ല കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തു പോകാം. അതല്ല മലയാളത്തിലാണ് നിങ്ങൾ കോൺഫിഡൻറ്റ് കൂടുതലെങ്കിൽ നിങ്ങൾ മലയാളം ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾ മലയാളത്തിൽ തന്നെ ചെയ്തു പോകാം. ഡൗട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് സ്വിച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, റെയിൽവേ എക്സാംസിന് വളരെ സ്ട്രക്ചേർഡ് ആയി പഠിക്കാൻ നിങ്ങൾക്ക് സ്കോർ അക്കാഡമിന്റെ കോഴ്സസ് അവൈലബിൾ ആണ്. RRB, NTPC, ഗ്രൂപ്പ് ഡി ബണ്ടിൽ ബാച്ച്, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിക്ക് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി സക്സസ് ബാച്ച്, ഈ കോഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമ്മുടെ സ്കോർ അക്കാഡമിന്റെ കോഴ്സ് മലയാളത്തിലായിരിക്കും തികച്ചും, അതായത് ക്ലാസ്സുകൾ തികച്ചും മലയാളത്തിലായിരിക്കും. അതുപോലെ തന്നെ കോണ്ടന്റ്സ് തികച്ചും ഇംഗ്ലീഷിലായിരിക്കും. അപ്പൊ കോണ്ടന്റ്സ് ഇംഗ്ലീഷിലായിരിക്കും, നമ്മുടെ എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് മലയാളത്തിലായിരിക്കും. അപ്പോൾ ഈ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ സക്സസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഡെഡിക്കേഷനിലും ഹാർഡ് വർക്കിലും ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തോ.